കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഇന്ന് പകൽക്കാലം തിരുവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഉദ്ധരിപ്പാൻ ആഗ്രഹിക്കുന്നു. അതിന് ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. ആ വാക്യം ഇപ്രകാരമാണ്: വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ വായിക്കുന്ന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അളവറ്റ, അതായത് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അളവറ്റ ശക്തി എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ അഭിഷേകമാണ്. സ്തോത്രം. നമ്മൾ കഴിഞ്ഞ സ്തോത്രം ഭാഗത്ത് നമ്മൾ ചിന്തിച്ചു അഭിഷേകം എന്താണ്. പഴയ നിയമത്തിൽ 3 തരത്തിലുള്ള അഭിഷേകമുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. എന്നാൽ ഇന്നത്തെ ഈ വിഷയം, ഈ അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത് നഷ്ടപ്പെടുമോ, അതോ സ്തോത്രം ആ അഭിഷേകം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുമോ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനമായ വിഷയമാണിത്. സ്തോത്രം. ഇവിടെ അഭിഷേകത്തിൻ്റെ വലിപ്പത്തെ നമുക്ക് ഒരിക്കലും അളക്കുവാൻ കഴിയത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ അകത്ത് ദൈവം പകരുമ്പോൾ ഈ അഭിഷേകവും കൊണ്ട് നാം മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. എന്നാൽ നമ്മുടെ അകത്ത് അഭിഷേകം ഉള്ളതിൻ്റെ ചില തെളിവുകളുമുണ്ട്. ചില വ്യക്തികൾ ചോദിക്കും, നിങ്ങൾ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ? നിശ്ചയമായിട്ടും ദൈവശക്തി തന്നെയാണ് അഭിഷേകം. എന്നാൽ ദൈവം പകരുന്ന ഈ ശക്തി നമ്മൾ പ്രാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ സ്തോത്രം ചില പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, വേദനകൾ, പഴികൾ, ദുഷികൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, പൊട്ടച്ചെല്ലലുകളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ അകത്ത് അഭിഷേകമുള്ളതിൻ്റെ തെളിവാണ്. സഹോദരങ്ങളെ, ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന അഭിഷേകം അകത്ത് നിൽക്കുന്നത് ഭയങ്കര ദൈവശക്തിയാലാണ്. നമ്മുടെ അകത്ത് കിടക്കുന്ന തീ ഒരിക്കലും അണഞ്ഞു പോകാതെ നാം സൂക്ഷിക്കണം. സ്തോത്രം. നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ തന്നെ സ്തോത്രം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ദൈവം സ്തോത്രം അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ദൈവം അഭിഷേകത്തെന്ന് വെച്ച ഒരു ഭക്തനെ നമുക്ക് കാണാൻ കഴിയുന്നു. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ പേര് ശിംശോൻ എന്നാണ്. എന്നാൽ ശിംശോനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ശിംശോനെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അഭിഷേകം ചെയ്ത് നാസി വ്രതക്കാരനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത് ദൈവം സ്തോത്രം ശക്തമായിട്ട് സ്തോത്രം തനിക്ക് അതിനെക്കുറിച്ച് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പദ്ധതി ഉള്ളത് കൊണ്ട് ശിംശോന്റെ മേൽ അഭിഷേകം നിറച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ ശിംശോന്റെ ജീവിതത്തിൽ ചില പരാജയങ്ങൾ സംഭവിക്കുകയുണ്ടായി. ദൈവം കൊടുത്ത നിയമങ്ങൾ തെറ്റുവാൻ തുടങ്ങി. അടുത്തൊരു വിഷയം, ദൈവം പറഞ്ഞ ആ കാര്യങ്ങൾ, കൽപ്പനകളൊന്നും താൻ അതിനൊരു വില കൊടുക്കാതെ തനിക്ക് ബോധിച്ച രീതിയിൽ പോകുന്ന യാത്രയിൽ തന്നെ ശിംശോന്റെ മേൽ പകർന്ന അഭിഷേകം നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്തത്. അവിടെ നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് തൻ്റെ വിവാഹ ജീവിതത്തിൽ വന്ന പരാജയം 1. നമ്പർ 2, ദൈവം വെച്ച നിയമങ്ങൾ കംപ്ലീറ്റ് ശിംശോൻ തെറ്റിപ്പിക്കുകയുണ്ടായി. നമ്പർ 3, ശിംശോന്റെ ജീവിതത്തിൽ വന്ന അടുത്ത ഏറ്റവും വലിയൊരു പരാജയം, ഫെലിസ്ത്യരോട് കൂടുതലായിട്ട് അടുക്കുവാൻ പാടില്ല. എന്നാൽ ഒരു ഫെലിസ്തീയ കന്യകയുമായിട്ട് ശിംശോൻ ബന്ധം സ്ഥാപിക്കുകയും അത് നിമിത്തം തന്നെ സ്തോത്രം തൻ്റെ അഭിഷേകത്തെ സ്തോത്രം പൂർണ്ണമായി ചോർത്തിക്കളയുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അതിനുശേഷം നമ്മൾ വായിക്കുമ്പോൾ തന്നെ അവസാന ഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, താൻ ഒരിക്കൽ കൂടെ ഈ ദൈവശക്തി പ്രാപിച്ചുകൊണ്ട് സകലം, അതായത് തനിക്ക് വിരോധമായി നിന്ന സകല വ്യക്തികളെ താൻ തകർക്കുകയും ഒപ്പം തന്നെ ശിംശോൻ അവരോടൊപ്പം മരിക്കുകയാണ് ഉണ്ടായത്. സ്തോത്രം. ഇന്ന് ഈ സമയത്ത് ഞാൻ വിളിച്ചു പറയുന്ന ഒരേ ഒരു സന്ദേശം ഇതാണ്: നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന അഭിഷേകം ചോർന്നു പോകാതെ നിങ്ങൾ സൂക്ഷിക്കണം. ഈ കാലഘട്ടത്തിൽ അഭിഷേകം ചോർന്നു പോകാതെ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിശുദ്ധിയിലും വേർപാടിലും നാം നടക്കേണ്ടതായിട്ടുണ്ട്. സഹോദരങ്ങളെ, ദൈവം വെച്ചിരിക്കുന്ന കൽപ്പനകൾ നാം ലംഘിച്ചു പോകരുത്. ദൈവം വെച്ചിരിക്കുന്ന നിയമങ്ങൾ നാം ലംഘിച്ചു പോകരുത്. നാം ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രാപിച്ചിരിക്കുന്ന അഭിഷേകം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ആ അഭിഷേകത്തെ സൂക്ഷിച്ചുകൊണ്ട് വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.